വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വേറൊരു വീക്കെൻഡാണ്. അപ്പം ഇന്ന് ജോലിയില്ല, അപ്പോൾ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ഞങ്ങൾ വിചാരിച്ചത് ഇന്ന് ഒരു ടോബിൾ മോറി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഇവിടെ നിന്നൊരു 4 മണിക്കൂർ ദൂരമുണ്ട്. അവിടെ ഭയങ്കര രസമാണ് കാണാനൊക്കെ. അവിടെ പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ നോക്കിയപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പോയാൽ 4 മണിക്കൂർ ഓടിച്ച് അവിടെ പോയിട്ട് പിന്നെ ഒന്നും കാണാതെ തിരിച്ചു വരേണ്ട വരെ എന്ന് വിചാരിച്ച് പിന്നെ പോയില്ല. അപ്പോൾ ഞാൻ എവിടെ പോകണമെന്ന് അറിയാതെ ഇരുന്നതുകൊണ്ട് ചാറ്റ് ജിപിറ്റിയോട് ചോദിക്കാം. നമുക്ക് ചാറ്റ് ജിപിറ്റി എന്തെങ്കിലും പ്ലാൻ ചെയ്ത് തരുമോ എന്ന് നോക്കാം കേട്ടോ. ചാറ്റ് ജിപിറ്റി, വി വോണ്ട് ടു സ്പെൻഡ് എ ഡേ as this is our off day. We are from London, Ontario, and we want you to plan a long day trip for us. ചാറ്റ് ജിപിറ്റി കുറച്ച് ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ഓപ്ഷൻ 1 നയാഗ്ര ഓൺ ദ ലേക്ക്. അത് എപ്പോഴും പോകുന്ന, അപ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലും പറ്റുമോ നോക്കാം. പിന്നെ ടോബർമോറി ബ്രൂസ് പെനിൻസുല, അവിടെ നമ്മൾ പോകാനായിരുന്നു. അപ്പോൾ അത് പറ്റില്ല. വേറെ സ്ട്രാറ്റ്ഫോർഡ് പ്ലസ് എലോറ പ്ലസ് സെൻറ്റ് ജേക്കബ്സ്. അവിടെ കൾച്ചർ സ്മോൾ ടൗൺ ഒക്കെ കാണാം. സ്ട്രാറ്റ്ഫോർഡിൽ പോയിട്ട് വാക്ക് ദ റിവർ, ചെക്കൗട്ട് ദ ഷേക്സ്പിയറിയൻ ഗാർഡൻസ്. എലോറ ഗോർഗിൽ പോയിട്ട് ഷോർട്ട് ഹൈക്ക്, വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. കൊള്ളാം. പിന്നെ ഗ്രാൻഡ് ബെൻഡ് പോകുന്ന ഇടയ്ക്ക്. പാരീസ് കേംബ്രിഡ്ജ് പോയിട്ടുണ്ട്. എന്താ പാരീസ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ടൗൺ ഇൻ കാനഡ എന്നൊക്കെയാ പറയുന്നത്. പാരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഗ്രാൻഡ് ബെൻഡ് അത് പിന്നെയും പോയിട്ടുള്ള. ഡണ്ടാസ് പ്ലസ് വെബ്സ്റ്റേഴ്സ് ഫോൾസ് പ്ലസ് റോയൽ ബൊട്ടാനിക്കൽ ഗാർഡൻ. അത് ഫോൾസ് നല്ല, നമുക്ക് നോക്കാം. പിന്നെ ടൊറൻറ്റോ പോകുന്നതല്ല നമ്മൾ. ലോങ് പോയിന്റ്, ടർക്കി പോയിന്റ്. ഇതിന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് എവിടെ പോകണോടാ? സ്ട്രാറ്റ്ഫോർഡ് പോയാലോ? നമുക്ക് സ്ട്രാറ്റ്ഫോർഡ് പോകാം അല്ലേ? നമുക്ക് സ്ട്രാറ്റ്ഫോർഡ് പോയിട്ട് അവിടുത്തെ എലോറ എന്ന് പറയുന്ന സ്ഥലം നല്ലതാണെന്ന് തോന്നുന്നു. അവിടുത്തെ അതൊക്കെ കണ്ടിട്ട് പിന്നെ സ്ട്രാറ്റ്ഫോർഡ് ടൗൺ ഭയങ്കര ഒരു കനേഡിയൻ ടൗൺ പോലത്തെ ഒരു ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്താലോ? ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മളപ്പോൾ മാപ്പൊക്കെ ഇട്ട് പോവുക. 1 മണിക്കൂറായിരുന്നു കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ എൻ്റെ കാപ്പിയൊന്നും കുടിച്ചില്ല. ഒരു കാപ്പി കുടിക്കാതെ എങ്ങനെയല്ലേ? ഒരു കാപ്പി കുടിക്കാം. പക്ഷെ കാപ്പി കുടിക്കാൻ ഇനി 36 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ടിം ഹോട്ടൽസ് ഉള്ളൂ. ഓക്കെ, നമുക്കിപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് ഒരു കാപ്പിയൊക്കെ കുടിക്കാം. എന്നാൽ കാപ്പിയൊക്കെ കുടിച്ചാൽ നമുക്ക് ഒരു ഉഷാറ് വരത്തുള്ളൂ. നമ്മൾ പോകുന്ന റൂട്ടൊക്കെയാണ് ഇപ്പം പയ്യെ ഫോളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര ഒരു ഔട്ട്സ്കേർട്സ് ഓഫ് ദ സിറ്റി ആണെന്ന് തോന്നുന്നു. ഇവിടെ വീടും ഇല്ല, ബിൽഡിങ്ങും ഇല്ല, ഒന്നുമില്ല. ഒരു കാപ്പി കിട്ടണമെങ്കിൽ തന്നെ ഒരു 36 മിനിറ്റ് എടുക്കും. അപ്പം അതിൻ്റെ അർത്ഥം നമ്മൾ ഗ്രാമപ്രദേശങ്ങളിൽ പ്രവേശിച്ചിരിക്കുന്നു. നമുക്ക് കാണാവോ? അവിടെ ചെറിയ ഓറഞ്ചൊക്കെ ആയിട്ടുണ്ട്. ഇത് ഈ മരങ്ങളൊക്കെ ഇത് കണ്ട് ചെറിയ മഞ്ഞ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഫോൾ ആവുകയാണ് കേട്ടോ. ഫോൾ ഈസ് സോ ബ്യൂട്ടിഫുൾ. നിങ്ങൾക്ക് ഈ ടോപ്പ് ഇഷ്ടമായോ? ഈ ടോപ്പ് എനിക്ക് ചേച്ചി വാങ്ങിച്ചു തന്നായിരിക്കുന്നു. കഴിഞ്ഞ വർഷം ചേച്ചി വാങ്ങിച്ചു തന്ന. പിന്നെ ഞാൻ പെയർ ചെയ്തേക്കുന്നത് ഒരു ലിനൻ പാൻറ്റുമായിട്ടാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്, മാർക്ക് ആൻഡ് സ്പെൻസറിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം ഇതാണ് ഇന്നിട്ടിരുന്നത്. ചെരുപ്പ് പിന്നെ ഏതിടാനും ഇവിടെ ഫുൾ ഓപ്ഷൻസ് വണ്ടിക്കകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഷൂസ്, ചെരുപ്പ്, ഇതാണ് ഹീൽസ് എല്ലാം വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഒക്കേഷൻ അനുസരിച്ച് മാറ്റി ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പം നമുക്ക് പോകാം. നമ്മൾ ഏകദേശം എന്തെങ്കിലും നന്നായിട്ടുള്ള വ്യൂ ഒക്കെ കാണുവാണെങ്കിൽ ഞാനിതിൽ ഇനി അടുത്തായിട്ട് ഇട്ടേക്കാം കേട്ടോ. വണ്ടിക്ക് പെട്രോൾ അടിക്കുന്നു. ഇവിടെ പെട്രോൾ അടിക്കുന്ന നമ്മൾ തന്നെയാണ്. ഇവിടെ വേറെ ആരും നമുക്ക് സഹായത്തിനൊന്നും വരത്തില്ല. നമ്മൾ തന്നെ പേയ്മെൻറ്റ് ചെയ്യുന്നു, നമ്മൾ തന്നെ സാധനം എടുക്കുന്നു, നമ്മൾ തന്നെ അടിക്കുന്നു, നമ്മൾ തന്നെ പോകുന്നു ഇവിടെ. അതുകൊണ്ട് പെട്രോൾ പമ്പിൽ ജോലി കിട്ടാൻ ഉള്ള സാധ്യതയില്ല. ആകെ പെട്രോൾ മാനേജറായിട്ടൊക്കെ ജോലി ഉള്ളൂ, ഒരാളെ കാണുള്ളൂ. അവരാ റൂമിൽ കാണും. അല്ലാതെ ഇവിടെ പെട്രോൾ പമ്പിൽ അടിക്കാനായിട്ട് ആരുമില്ല. ഇവിടെ പെട്രോൾ അടിക്കുന്ന കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാം.
ആദ്യം നമ്മളിവിടെ പോയിട്ട് എന്നാ ചെയ്യണം, അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എല്ലാ സ്റ്റേഷനും ഓരോ നമ്പറൊക്കെ ഉണ്ട്. ഇതുണ്ട്, ഇപ്പോൾ ഇതിപ്പോൾ 6. അപ്പോൾ ഇതിപ്പോൾ ചെറിയ സ്റ്റേഷൻ ആയതുകൊണ്ട് ആൾക്കറിയാം. അപ്പോൾ അവിടെ നിന്ന് ചെന്നിട്ട് നമ്മൾ നമ്പർ വേണേൽ പറയാം, അവർക്ക് അല്ലെങ്കിൽ അറിയായിരിക്കും, അവർക്ക് അകത്ത് നോക്കുമ്പോൾ കാണാം. എന്നിട്ട് നമ്മൾ എത്ര രൂപയ്ക്ക് അടിക്കണം, റെഗുലർ ആണോ, എന്താണ് ഡീസലാണോ പെട്രോൾ ആണോ എന്നൊക്കെ പറയുക, എല്ലാ കാര്യങ്ങളും. എന്നിട്ട് പേയ്മെൻറ്റ് ചെയ്യുക, കഴിഞ്ഞു. നമ്മൾ റെഗുലർ ആണ് ചൂസ് ചെയ്തത്, അതുകൊണ്ട് നമ്മൾ റെഗുലർ അമർത്തുന്നു. കഴിഞ്ഞോ? അപ്പം ഇനി ആ എമൗണ്ട് ആകുമ്പോൾ ഓഫ് ആവുമോ? ഇനി നമ്മളിവിടെ അമർത്തണം, അമർത്തിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ എന്നിട്ട് ഇതിൽ എമൗണ്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇനി അറിഞ്ഞ് തുളുമ്പി തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ $38 അടിച്ചു. $38 അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന 29, അതായത് 30 ലിറ്ററോളം കിട്ടുന്നുണ്ട്. അപ്പം വണ്ടി ഫില്ലായി. ഇനി നമുക്കൊരു കാപ്പി വേണ്ടേ, നമുക്ക് കാപ്പി കുടിക്കാൻ പോവാം. പോകുന്ന വഴിക്ക് കാപ്പി കുടിക്കാം. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാമായിരിക്കും ഇവിടെ പെട്രോൾ അടിക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത്. ഇനി അറിയാത്തവർക്ക് ഞാനും ഇവിടെ വന്നിട്ടാണ് ഇതൊക്കെ പഠിച്ചത്. അപ്പം ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പം ഇവിടെ നമ്മൾ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലുന്നു. ഇവിടെ മെയിനായിട്ട് നമ്മൾ ഒരാളില്ല നമുക്ക് പെട്രോൾ അടിച്ചു തരാനൊന്നും. നമ്മൾ ചെല്ലുന്നു, ചില പെട്രോൾ സ്റ്റേഷനിൽ അവിടെ തന്നെ നമ്മുടെ ആ പെട്രോൾ അടിക്കുന്ന കൗണ്ടറിൽ തന്നെ നമുക്ക് പേയ്മെൻ്റ് ഒക്കെ ചെയ്യാനുള്ളത് കാണും. പക്ഷെ ഇപ്പം നമ്മൾ കയറിയെടുത്ത് അതില്ല. അതുള്ളതാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് തന്നെ കാർഡ് വെച്ചിട്ട് ടാപ്പ് ചെയ്തിട്ടൊക്കെ പ്രോസസ്സ് ചെയ്യാം കാര്യങ്ങൾ. പക്ഷെ ഇനി അല്ല എങ്കിൽ അകത്ത് ഓഫീസിൽ പോയിട്ട് നമുക്ക് എത്ര രൂപയ്ക്ക് അടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ പേയ്മെൻറ്റ് ചെയ്തിട്ട് പുറത്ത് വരാം. അപ്പോൾ ഇങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൽ നടക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു എമൗണ്ട് അറിയാം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ എമൗണ്ടിൻ്റെ പേയ്മെൻറ്റ് ചെയ്തിട്ട് മതി, അത്ര എമൗണ്ട് പെട്രോൾ നമുക്ക് അടിക്കാൻ പറ്റും. ഇനി അതല്ല, നമുക്ക് അറിയത്തില്ല, നമ്മുടെ വണ്ടിയുടെ ഫുൾ ടാങ്ക് അടിക്കേണ്ട, പക്ഷെ നമുക്ക് എത്രയാവുമെന്ന് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊന്നും പറയുന്നില്ല എങ്കിൽ, നമ്മൾ റാൻഡമായിട്ട് ഫുൾ ടാങ്ക് തന്നെയാണ്, എമൗണ്ട് അറിയില്ല എന്ന് പറഞ്ഞാൽ ബൈ ഡീഫോൾട്ട് $250 നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് വലിക്കും അവർ. അതായത് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് വലിക്കും. അത് കഴിഞ്ഞിട്ട് ആ $250 നമ്മൾ എത്ര അടിക്കുന്നു, അപ്പോൾ $50 അടിച്ചെങ്കിൽ അടിച്ചു കഴിയുമ്പോഴത്തേക്കും ബാക്കി $200 നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് തിരിച്ച് ക്രെഡിറ്റ് ആവും. അതായത് പിന്നെ അവർ എടുക്കുന്നതാകെ നിങ്ങൾ അടിച്ച എമൗണ്ട് ആ $50 മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ടാങ്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു $100 ഒക്കെ വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയാമായിരിക്കും. നമ്മുടെ ഇപ്പോൾ ഈ വണ്ടിക്കാണെങ്കിൽ $70 മുകളിൽ എന്തായാലും ഒരു ഫുൾ ടാങ്ക് പോലെ. അപ്പോൾ എപ്പോഴും നമ്മൾ $70 പറയുന്നത്. അപ്പോൾ $50 ഒക്കെ വേണ്ടി വരുള്ളൂ. ബാക്കി $20 തിരിച്ച് കയറിക്കോളും. അവർ $50 പിടിക്കും. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ബാങ്കിലെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന 250 പോയി, അല്ലെങ്കിൽ ആ ഫുൾ എമൗണ്ട് പോയി, പിന്നെ ഫുൾ എമൗണ്ട് കയറി, പിന്നെ ആണ് ആക്ച്വൽ എമൗണ്ട് നമ്മുടെ കാർഡിൽ നിന്ന് പോകുന്നത്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് രീതി എന്ന് പറയുന്നത്. അപ്പം പൈസ പോകുമെന്ന് പേടിക്കേണ്ട, പൈസയൊന്നും പോകത്തില്ല. പ്രിറ്റി സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കാണുന്നുണ്ടോ, ഇതിപ്പോ ഉൾഗ്രാമം ആണെങ്കിൽ പോലും ഇവിടെ ഒരു സൈക്കിൾ ട്രെയിലൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അത് കണ്ടോ, അങ്ങ് പാടത്തിനടുക്ക് ഒറ്റയ്ക്കൊരു വീട്. അത് കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ വലിയ വീടാണ്. ഇതുണ്ടോ, അവിടെ നല്ല ഒരു പാലത്തിൽ കൂടെ ഒക്കെ പോകുന്ന ഫുള്ള് വെള്ളമൊക്കെ ആയിട്ട്, ആകാശത്തിനും വെള്ളത്തിനൊക്കെ ഒരേ കളറാണ്. ഞാൻ എപ്പോഴും ചെയ്യുന്ന പരിപാടി ഇങ്ങനെ ഗാലറി എടുത്തിട്ട് പിള്ളേരുടെ വീഡിയോയും ചേച്ചിയുടെ പിള്ളേരുടെ പാത്തുവിൻ്റെയും മിതുവിൻ്റെയും ഒക്കെ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും.
എന്താ എനിക്കത് ഇങ്ങനെ പിന്നെ പിന്നെ റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അതങ്ങനെ ഒരു സന്തോഷമാണ് ഇങ്ങനെ അവരെ കാണുന്നത്. നമുക്ക് കാപ്പി കുടിച്ചാലോ? നമ്മളെത്തി. നമുക്ക് ഇനി കുറച്ച് കാപ്പിയൊക്കെ കുടിച്ച്, ഞാൻ ഡ്രൈവ് ത്രൂ വിചാരിച്ചേ, പക്ഷെ ഒരാൾക്ക് ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്കിനി ഇരുന്ന് തന്നെ കഴിച്ചേക്കാം അല്ലേ? എന്നാ എന്ത് വേണം? ഇവിടെ എല്ലാവരും ഇങ്ങനെ ഡോറൊക്കെ നമ്മൾ തുറന്ന് തരും. ഇനിയിപ്പോൾ നമ്മൾ ബാക്കിലായിരുന്നുകൊണ്ട് നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കും. ഇത് പിന്നെ ഇവിടെ സമാധാനത്തിൽ ഇരുന്ന് കഴിക്കുന്നത്. അതിനിവിടെ ഇടയില്ല. പിന്നെ ഇതും ഒരു കോഫി വാങ്ങാണോ? രണ്ട് ഫാമേഴ്സ് റാപ്പ് ഉണ്ട്, ഒരു കാപ്പിയുണ്ട്. കാപ്പിയൊക്കെ കുടിച്ചു കുറേ നേരം ഇരുന്ന് പോയല്ലേ? 1 മണിക്കൂർ എങ്ങാണ്ട്. അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ചു അങ്ങനെ 1 മണിക്കൂർ വെറുതെ ടിന്നിൽ പോയി. ഇനി നമുക്ക് പോയി വേഗം സ്ഥലം കാണാം കേട്ടോ. അവളെന്നാടാ അങ്ങനെ ഇരിക്കുന്ന വെറുതെ? നമ്മൾ സ്ട്രാറ്റ്ഫോർഡിലെത്തി. ഒരു ചെറിയ ഫ്രഞ്ച് സിറ്റി പോലെ ഉണ്ട് കേട്ടോ. കണ്ടോ? അതുപോലെ ഒരു കുഞ്ഞ് സിറ്റി, ഒരു കുഞ്ഞ് ടൗൺ എന്നൊക്കെ പറയാം, ഒരു പഴയ രീതിയിൽ. വഴിയും കൂടി നോക്കുന്നതല്ല. അങ്ങനെ ഫ്രീ പാർക്കിംഗ് കിട്ടി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഒരു തിയേറ്ററിൻ്റെ എവിടെയാണ് പാർക്ക് ചെയ്തത്. അപ്പോൾ എന്താണ് ഈ തിയേറ്റർ എന്നൊന്ന് നോക്കിയിട്ട് വരാതെ. ആ കാണുന്ന ആ ബിൽഡിംഗ് ആണ്. ചെറിയ തണുപ്പൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് എടുത്തേക്കണേ. ഇത് കണ്ടത് നല്ല രസമാണ്. അത് ഒരു സൈഡ് ഫുള്ള് റിവറാണ്, ഇങ്ങനെ നടന്നു പോവുക. അവിടെ ചെറിയ ബെഞ്ചൊക്കെ ഉണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട് അല്ലേ? അപ്പുറത്തെ സൈഡ് ഫുള്ള് വീടുകളൊക്കെയാണ്. ഞാൻ പണ്ട് ഇവിടെ പണ്ടല്ല, കുറച്ച് മാസം മുന്നേ. അപ്പോൾ നല്ല രസമായിരുന്നു. തിരക്കൊന്നുമില്ലല്ലോ. ഇതെന്താ ഷേക്സ്പിയറിൻ്റെ വേർഡ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. വെൽക്കം hither as this is the spring to the earth. ഇവിടെ നമ്പറൊക്കെ എഴുതണം. അങ്ങനെ ഇവൻ്റെ പ്ലാൻ നമുക്കിങ്ങനെ തിയേറ്ററിൽ കയറാൻ പറ്റിയില്ല. ആ തിയേറ്ററിൽ അത് ലോക്ക്ഡൗൺ. അവിടെ എനിക്കൊന്ന് ഈ മറ്റേ നമ്മുടെ തിയേറ്റർ അല്ല, എന്തോ ഇങ്ങനത്തെ ഇവൻറ്റ്സ് ഒക്കെ വെക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് സ്പെഷ്യൽ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ബാക്കി എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. ഇതൊക്കെ മരിച്ചവരുടെ അടക്കിയേക്കുന്നതാണോ? ഇങ്ങനെ ട്രിപ്പൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഈ സ്കൂട്ടറും കയ്യിൽ വെക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള എക്സ്പ്ലോറിങ് മൊത്തം നമുക്ക് ഈ സ്കൂട്ടറിൽ ചെയ്യാം കേട്ടോ. അധികം നടക്കാൻ വേണ്ട, ഒത്തിരി സ്ഥലം നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ എക്സ്പ്ലോർ ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് പോയാലോ? ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ ഇതിലെ കൂടെയൊക്കെ പോയി. ഇവിടെയൊക്കെ കുറേ പൂക്കളൊക്കെ ഉണ്ട്, ഒരു സൈഡിൽ റിവർ ഉണ്ട്. ഭയങ്കര രസം, നല്ലൊരു വൈബുള്ള സ്ഥലം. നമുക്ക് എന്തായാലും ക്രോസ് ചെയ്യാവേ. അമ്മച്ചിനെ ഓവർടേക്ക് ചെയ്യാം.
നിങ്ങളിത് കണ്ടോ, ഇതൊരു ഐലൻഡാണ്. ഈ പാലം കയറിയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഇതൊരു കുട്ടി ഐലൻഡാ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. അയ്യാ, ചെറിയ ചള്ളയുണ്ട്. ആയ് കണ്ട കൊറേ ഗൂസും ഒരാൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നു. ഭക്ഷണമൊക്കെ വന്ന് കഴിക്കാൻ നല്ലൊരു സ്ഥലമാണ് ഇത്. ഇവിടെ എനിക്കൊരു ഷാക്കൊക്കെ ഉണ്ട് അല്ലേ? എനിക്കൊന്ന് രാത്രി ആയിരിക്കും. ആക്കിൻസ് ബ്രൂവർ ലോംബർ ഷാക്ക്. നമുക്ക് ഈ മരച്ചോട്ടിൽ ഇരുന്നിട്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്യാം. നല്ല വൈബാട്ടോ ഇവിടെ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം. ഹായ്, അടിപൊളിയായിട്ടുണ്ട്. ആ മരത്തക്കറി അവിടെ പോയിരുന്നാലോ? അയ്യോ, പണ്ടായിരുന്ന പറ്റുമായിരുന്നു. അവലേക്ക് പേടിയായി. ആ പറക്കുന്ന അതൊക്കെ കണ്ടോ? കണ്ടോ? ദേ പോന്നു. ഇപ്പം മഴ പെയ്യുമെന്ന് ആണ് ഫോണ് പറയുന്നത്. അപ്പം നമുക്ക് മഴ പെയ്യുന്നതിന് മുന്നേ പോവാം ഇവിടുന്ന്. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നിങ്ങളിപ്പോൾ ലണ്ടനിലുള്ളവരൊക്കെ ആണെങ്കിൽ, അതായത് സ്ട്രാത്ത്റോയിലുള്ളവരാണെങ്കിൽ എന്തായാലും വന്നിട്ടുണ്ടാവും. പക്ഷേ ലണ്ടനിലൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തായാലും അറിയത്തില്ല, നിങ്ങളിതുവരെ വന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വരണം കേട്ടോ. ഇവിടുന്ന് ഷൂ എന്ന് പറഞ്ഞ് പോട്ടെ. ഇതിൻ്റെ ഈശ്വര, നല്ല ഭംഗിയുള്ള ഒരു ടൗൺ ആണല്ലേ. നമുക്ക് ആ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ സിറ്റി ഹാളാണ്. പിന്നെ അവിടെ ചെറിയൊരു ഗാർഡൻ ഒക്കെ ഉണ്ട്. ടൂറിസ്റ്റ് ഏരിയ എന്ന് തോന്നുന്നു. കുറേ അടുത്ത് സ്ട്രാറ്റ്ഫോർഡ് ടൂറിസം അങ്ങനെ റിലേറ്റഡ് ഓരോന്നൊക്കെ കാണുന്നുണ്ട്. നമുക്ക് മഴയുണ്ട്, കാറിൽ തന്നെ സിറ്റിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. എല്ലാ ഭാഗവും ഭയങ്കര ക്യൂട്ടാണ്. ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റി അല്ല, എന്നാൽ പോലും ഭയങ്കര ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു എസ്തെറ്റിക്സ് ഉള്ള ഒരു സിറ്റിയാണ്. ഈ പോയിന്റിൽ നമ്മൾ മുമ്പ് വന്നത്. സിറ്റീൻ്റെ സെൻറ്ററിൽ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ട ആ ഒരു ഐലൻഡും ആ ചെറിയൊരു പാർക്കും ആ വാട്ടർ ഫ്രണ്ട് ആയിട്ടുള്ള ഇരിക്കുന്ന ഏരിയയും. ഇതെല്ലാം സിറ്റിയുടെ നടുക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യം എൻജോയ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഔട്ട്സ്കേർട്സിലൊന്നും പോകണ്ട. ടൗണിൽ വന്നാൽ തന്നെ ഒരു സൈഡിൽ ടൗണും ഒരു സൈഡിൽ ആ ഒരു നേച്ചറും എല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടൗണാണ്. അതാണെന്ന് തോന്നുന്നു ഈ ടൗണിനെ മനോഹരമാക്കുന്നത്. ഇതൊക്കെ ഇവിടുത്തെ ബിൽഡിങ്സ് ആണ്. റോഡൊക്കെ അവിടെ നിന്ന് നല്ല ഭംഗിയാണ്. ഞാൻ ഇങ്ങനെ ഒന്ന് എടുത്ത് കാണിച്ചു നോക്കാം, കിട്ടുമോയെന്നറിയില്ല. കണ്ട, ഇങ്ങനെയാണ് റോഡൊക്കെ വരുന്നത്. ഫുള്ള് മരങ്ങളും. ഇതിവിടെ പെട്ടെന്ന് തന്നെ റെസിഡൻഷ്യൽ ഏരിയ ആയി. അപ്പോൾ അത്രേ ഉള്ളൂ ടൗണ്. ആ ഒരു ഇട്ടാവട്ടത്തുള്ള ഒരു
സ്ഥലമാണ് ആ ടൗൺ എന്ന് പറയുന്നത്. എന്താ ഈ വീട് കണ്ടോ? ഫുള്ള് മരത്തിനിടയ്ക്ക് ഒരു വീട്. അതിൻ്റെ ആ വീട്ടിലോട്ടുള്ള വഴിപ്പാതയൊക്കെ കണ്ടോ? നിറച്ചും റെഡ് ഇലയും ഒക്കെ ആയിട്ട്. ആ ഈ തിയേറ്ററിലാണ് നമ്മൾ മുമ്പ് വന്നത് കേട്ടോ. കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ എത്തി. അതാ പറഞ്ഞത്, ഇതൊരു ചെറിയ ടൗൺ ആണ്, പക്ഷെ ഭയങ്കര സ്വീറ്റ്, ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ളൊരു ടൗൺ. നമ്മുടെ കോട്ടയത്ത് സ്വർഗ്ഗലോകം ഒരു സ്ഥലത്തിന് പേരുണ്ടായിരുന്നു, എല്ലാം മറന്നു പോകണം. ഇത് കോട്ടയം കൊല്ലാടൊക്കെ പോകുന്ന റൂട്ടിലെ ആ ഒരു സ്ഥലം, മാർ ബസേലിയസ് കോളേജിലോട്ട് പോകുന്ന സ്കൂളാണ് കോട്ടയത്ത്. സ്വർഗ്ഗലോകം ഇപ്പൊ മറന്നു. സ്ട്രാറ്റ്ഫോർഡിന് പയ്യെ അടുത്ത സ്ഥലത്തോട്ട് പോയാലോ? എലോറ എന്ന് പറയുന്ന സ്ഥലത്ത് പോവാം. നോക്കത്തായില്ല. അങ്ങനെ നമ്മൾ എലോറ എത്തി. എലോറ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ ടൗണാണ്. ഞാൻ നിങ്ങൾക്ക് ടൗണിൽ കൂടി ഒന്നുകൂടി പോയി കാണിച്ചു തരാമല്ല. വെരി ക്യൂട്ട്. കുറേ വീടുകളും കുറച്ച് കടകളും. എനിക്ക് തോന്നുന്നു ഒരു പ്യുവർ കനേഡിയൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് തോന്നുന്നു. റോഡൊക്കെ ഇങ്ങനെ. ഇതാണ് എലോറയിലെ പോസ്റ്റ് ഓഫീസ്. ചെറിയ കഫേകളുണ്ട്, ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട്. അങ്ങനെ ചെറിയ ചെറിയ വഴികളുണ്ട്. ഇരിക്കുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു ദീപം. അതെ, ഇവിടെ ചെറിയൊരു ഗാർഡൻ പോലെ, എന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കാൻ ചെയർസും അങ്ങനെയൊക്കെ ഉണ്ട്. ചെറിയ വഴികളും കുറച്ച് ആൾക്കാരും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം. കാറൊക്കെ പാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ എലോറ ടൗൺ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അങ്ങോട്ടൊക്കെ നോക്കി. ഒരു കുഞ്ഞ് ക്യൂട്ട് ടൗൺ അല്ലേ? അവിടെ അവിടെ എന്തോ ഷൂട്ടിംഗ് നടക്കുമെന്ന് തോന്നുന്നു. ആരോ അവിടെ പാട്ടെന്തോ വായിക്കുന്നുണ്ട്. ഓ, ഇതെന്തോ എന്തോടാ അത്? ഫോട്ടോഷൂട്ടാണോ? ഇതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഡൗൺ ടൗൺ അല്ലേ? ഹായ്, ഹാലോവീൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ തുടങ്ങി. ഫ്രീ സിനിമ ടിക്കറ്റ്. ഇരിക്കണോ? പാടാ, ഒത്തിരി പേര് എടുക്കാൻ നിൽക്കുന്നുണ്ട്. ബാ. അതിനുവേണ്ടി മാത്രം ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്താ നല്ല രസമുണ്ട്. ഇതെങ്ങനെ ഇവിടുത്തെ ഒരു ഡൗൺ ടൗൺ ആണെന്ന് തോന്നുന്നത്. ഇത് വീക്കെൻഡ് മാർക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. സാറ്റർഡേസ് സൺഡേസിലും 12 to 8 PM. കളക്ട് യുവർ കോംപ്ലിമെന്ററി ടോട്ട് ബാഗ് അറ്റ് ദ ഫസ്റ്റ് ഹട്ട്. വാണ്ടർ ദ സ്റ്റോൾസ് ആൻഡ് സെലക്ട് യുവർ ഗുഡ്സ്. ഓ, ഇതിങ്ങനെ ആദ്യത്തെ കടയിൽ നമ്മൾ ബാഗ് എടുക്കുന്നു. എല്ലാ കടകളിലും കയറാൻ നമുക്ക് വേണ്ടതൊക്കെ എടുക്കുന്നു. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ പോയി വാങ്ങുന്നു, പേ ചെയ്യുന്നു. അത് കൊള്ളാല്ലേ? എടാ, ഇവിടെ വന്നൊരു കോംപ്ലിമെന്ററി ബാഗ് കിട്ടും. എടാ, നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഒരു വേറെ രാജ്യത്ത് വന്ന ഫീലുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പാതയും കല്ലും ഒക്കെ ഇട്ടിട്ട്.
അത് സീറ്റല്ലേ? കൂണ് കൂണ് കൂണ്. ദാ ഈ ഒരു സ്ഥലത്തിന്റെ ഒരു മാപ്പാണ്. വെൽക്കം ടു എലോറ. നമ്മളിത് ഇവിടെയാണ്. ഇതിന്റെ അടുത്താണ് ടൂത്ത് ഓഫ് ടൈമോ, സ്റ്റെയർകേസ് ടു ജോർജ്, കുറെ എന്തൊക്കെയുണ്ട് ഇവിടെ അല്ലേ? ഒറിജിനൽ ബ്രിഡ്ജ് 1842 ചെയ്തത്. ഇവിടെ 60% ഓഫ്. നമുക്ക് പോവാം. ഏതോ ഒരു ഹോട്ടലിന്റെ സൈഡിലത്തെ ഒരു പാത കൂടിയാണ് പോകുന്നത്. നമ്മൾ ഹോട്ടലിൽ കയറുന്നില്ല, പക്ഷെ ഇവിടെ നിന്നാ വെള്ളച്ചാട്ടം കാണാൻ തോന്നി. നമുക്ക് വെള്ളച്ചാട്ടം കാണാം. ഓ, വലിയ വെള്ളച്ചാട്ടാന്ന് തോന്നുന്നേ. ആ, അവിടെ നിന്ന് തെന്നി കളിക്കാൻ നല്ല രസമായിരിക്കും. ഇതാണോ വെള്ളച്ചാട്ടം, അതോ വേറെ വെള്ളച്ചാട്ടം ഉണ്ടോ? ആ, അടിയിലെ കുഴി വെള്ളം. ഇതൊക്കെ എനിക്ക് മറ്റേ ഇതിൽ എടുത്തുതരാവോ? പോർട്രേറ്റില് അല്ല, പോർട്രേറ്റ്. പോട്ടെ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കയറ്റം കയറുമ്പോ ഓ ഭയങ്കര രസാട്ടോ ഈ കാട് കാണാൻ. ഇവിടെയൊക്കെ നടക്കുന്ന ബുദ്ധി. കണ്ടോ, ശരിക്കും വേറെ ഒരു ഭൂമിയിലല്ല, വേറെ എവിടെ എത്തിയ പോലെ. നല്ല രസമല്ലേടാ? ഇതെന്താ ഇത്? നമ്മളിങ്ങനെ ഈ ട്രെയിനിനകത്തോട്ട് പോവാ. ഇവിടുന്ന് പോയാ അവിടെ വെള്ളച്ചാട്ടം നമുക്ക് എങ്ങനെയാലും കണ്ടുപിടിക്കണം. നമ്മൾ വെള്ളച്ചാട്ടം കണ്ടുപിടിക്കാനാണ് പോകുന്നത്. ഓ, വഴി തീർന്നെന്ന് തോന്നുന്നു. ഇതിലും നല്ലത് ആ കാടാ അല്ലേ? ആ കാട് രക്ഷയില്ലായിരുന്നു. നമുക്ക് ആ കാടിന്റെ ബ്യൂട്ടി കാണിക്കാൻ പറ്റിയോ? എന്നാലും ഈ കാടിന്റെ ബ്യൂട്ടിയാടാ.
എനിക്ക് ഈ കാർഡ് എടുത്തെടുത്ത് തീർന്നില്ല. നമുക്ക് ഇങ്ങനെ വെച്ചിട്ടേ ഇത് ഔട്ട് സൈഡിൽ ഇങ്ങനെ കാണുന്നു, ഇൻസൈഡ് എന്ന് പറഞ്ഞിട്ട് വേറെ ഷോർട്ട്സ് എടുത്താലോ ഇൻസ്റ്റാഗ്രാമിന്. അപ്പം ഇങ്ങനെ ആക്കാം. ഇത് കിട്ടിയോ? നിനക്ക് തോന്നുന്നില്ലേ എനിക്കൊരു മൂവിയിലൊക്കെ VFX ഒക്കെ ചെയ്ത ഒരു സ്ഥലം പോലെ അല്ലേ? ഞാനിപ്പോൾ നിൽക്കുന്നത് അവതാറിലെ പാൻഡോറ പോലത്തെ ഒരു സ്ഥലത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമോ? അങ്ങനെ ബാക്ക് ടു കാറായി. അപ്പോൾ നമ്മൾ ഇന്ന് ഏകദേശം ഇപ്പം 6 മണിയായി. അപ്പോൾ നമ്മൾ ആദ്യം സ്ട്രാത്ത്റോയിൽ പോയായിരുന്നു, പിന്നെ എല്ലോറ പോയി. ഇപ്പം എല്ലോറ ലാസ്റ്റായിട്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ചത് ഇവിടുത്തെ ക്വാറിയിലായിരുന്നു. പക്ഷേ ക്വാറി സീസണല്ലാന്ന് തോന്നുന്നു, ഇപ്പം അടച്ചിട്ടേക്കുവാന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് ക്വാറി, നിങ്ങൾക്ക് കാണാമല്ലോ. അതാണ് ക്വാറിയുടെ ഏരിയ, കയറാനുള്ള എൻട്രൻസ്. പക്ഷേ അത് അടച്ചിട്ടേക്കുമായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം നമുക്ക് പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യുന്നത് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ സ്ട്രാത്ത്റോയി ഞാൻ നേരത്തെ പോയിട്ടുള്ള സ്ഥലമാണ്, അതുകൊണ്ട് ഷോപ്സൊക്കെ അടച്ചിട്ടേക്കുമായിരുന്നു. സ്ട്രാത്ത്റോയി അല്ലല്ലോ, സ്ട്രാറ്റ്ഫോർഡ് അല്ലേ. അങ്ങനെ സ്ട്രാറ്റ്ഫോർഡ് അടിപൊളിയായിരുന്നു. പിന്നെ അതല്ലാതെ അപ്പം നമ്മൾ ഇന്ന് 2 സ്ഥലമായിരുന്നു മെയിനായിട്ട് നമുക്ക് ChatGPT പറഞ്ഞു തന്നെ. ഒന്നാമത്തെ സ്ഥലം സ്ട്രാറ്റ്ഫോർഡും രണ്ടാമത്തെ സ്ഥലം എല്ലോറയും. അപ്പം സ്ട്രാറ്റ്ഫോർഡ് നേരത്തെ ഞാൻ പോയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് എനിക്ക് നല്ല ഓൾറെഡി അറിയാമായിരുന്നു. അപ്പം സ്ട്രാറ്റ്ഫോർഡ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടൗണാണ്. അതിൽ ഒരു ചെറിയ ടൗണിൽ ഉള്ളിൽ തന്നെ ആ ഒരു റിവറൊക്കെ ഉണ്ട്. ടൗണിൽ നടുക്ക് തന്നെ ഒരു പാർക്ക്, ആ ഒരു റിവറ്, ആ റിവറിൻ്റെ സൈഡിൽ കൂടി നമുക്ക് നടക്കാം. അവിടെ ഫുള്ള് മരവും തണലും കാര്യങ്ങളൊക്കെ ഇരിക്കാം. പിന്നെ ചെറിയൊരു പാലങ്ങൾ കുറേ ഉണ്ട്. ആ പാലം കഴിഞ്ഞാൽ ചെറിയ ഐലൻഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഭയങ്കരമായിട്ട് നമുക്ക് നേച്ചറായിട്ട് ഒരു ഇണങ്ങിച്ചേർന്ന ഒരു ടൗണാണ് സ്ട്രാറ്റ്ഫോർഡ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ എല്ലോറയിൽ വന്നു. എല്ലോറയിൽ എനിക്ക് കണ്ട എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലോറിനെ പറ്റി ഒന്നും എനിക്ക് അറിയത്തില്ലാതെയാണ് ഞങ്ങൾ പോയത്. ഓ മൈ ഗോഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലോറ. എല്ലോറ എന്ന് പറയുമ്പോൾ വേറെ രാജ്യത്ത് വന്ന പോലെ ആയിരുന്നു. അതായത് ഒരു ഫ്രഞ്ച് കൾച്ചറൊക്കെ പോലത്തെ ബിൽഡിങ്ങും പിന്നെ മൈൽഡായിട്ടുള്ള മ്യൂസിക്കും. ഇപ്പോൾ വീക്കെൻഡ് അല്ല, ഇത് മൺഡേ ആണ്, എന്നിട്ട് പോലും ഇന്ന് അവിടെ നല്ല മ്യൂസിക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു വീക്കെൻഡിനൊക്കെ പറ്റിയ സ്ഥലമാണെന്ന് തോന്നുന്നു. ഫുള്ള് ചെറിയ ചെറിയ ഷോപ്സും നിങ്ങൾക്ക് ചെറിയ ഫ്ലീ മാർക്കറ്റ് പോലത്തെ കടകളും അങ്ങനെയല്ല. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആ ഒരു ട്രെയിൽ പറയാനാണെങ്കിൽ നമ്മൾ കറക്റ്റ് നമ്മളെ പാൻഡോറ പോലത്തെ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അതും അവിടെ സൈഡിലൊരു വെള്ളച്ചാട്ടവും. എങ്ങനെയാണോ ഈ ഒരു കുഞ്ഞു ടൗണിൽ ഇതെല്ലാം ഉണ്ട്. വെള്ളച്ചാട്ടമുണ്ട്, ട്രെയിലുണ്ട്, മരങ്ങളുണ്ട്, കടകളുണ്ട്. അങ്ങനെ ഒരു കൊച്ചു ടൗണാണ് എല്ലോറയും. എല്ലോറ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ കാനഡയിലുള്ളവരാണെങ്കിൽ എന്തായാലും, ലണ്ടനിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു വീക്കെൻഡ് എല്ലോറയിൽ എക്സ്പ്ലോർ ചെയ്യാവുന്നത് തന്നെയാണ്. ആ മാർക്കറ്റും ഉള്ളത് സാറ്റർഡേ സൺഡേ 12 to 8 ആണുള്ളത്. അപ്പം നിങ്ങൾ വീക്കെൻഡ് വന്നാൽ നിങ്ങൾക്ക് ഒരു ബാഗ് എടുക്കുക, കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ബാഗ് കിട്ടും. അതിന് ഇഷ്ടമുള്ള കടയിൽ കൂടി, ആ കുഞ്ഞു കുഞ്ഞു കടയിൽ കയറിയിട്ട് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്കുക. അവസാനം അതിന് ബാഗ് നിങ്ങൾക്ക് കൊണ്ടുപോകാം, എടുത്ത സാധനങ്ങൾ പേ ചെയ്യുക. അപ്പം അത്ര നമ്മളെ അവർ അതുപോലെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് ഒരു ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് എല്ലോറ തോന്നിയത്. അപ്പോൾ രണ്ടും നല്ലതായിരുന്നു. അപ്പം അപ്പോൾ ChatGPTയെ വിശ്വസിച്ചു. ChatGPT ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിയില്ല. ChatGPT വളരെ കാര്യമായിട്ട് നല്ലൊരു ദിവസം തന്നെ ഞങ്ങൾക്ക് പ്ലാൻ ചെയ്തു തന്നു. പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കാം. നമ്മൾ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല, രാവിലെ ഒരു ആപ്പ് മാത്രമേ കഴിച്ചോളല്ലോ. പിന്നെ ഫുഡ് കഴിക്കാം, ബാക്കിയൊക്കെ വഴിയെ കാണിക്കാം. അപ്പം നമുക്കിനി അടുത്ത സ്പോട്ടിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. നിന്നോട് ചോദിച്ചോ? മറ്റേ ലാമ്പ് ഡബിളാണോ വാങ്ങിയേക്കുന്നത്? ട്രിപ്പിളോ? അതെന്ത് റൈറ്റിന് ഇച്ചിരി ഐസ് ക്യൂബ് ഒപ്പിക്കാനുള്ളോ എന്തെങ്കിലും അറിയാമോ? ഞാൻ ചോദിക്കാൻ പോയിട്ട് പകുതി ചോദിക്കാൻ പറ്റുള്ളൂ. ഇത് കഴിക്കാൻ നേരത്തെ റൈസ് കുറവല്ലേ?
അതൊക്കെ തട്ടി പിടിച്ചുള്ള ഇതൊരു കിറ്റ് കൊണ്ട് വെച്ചാണോ? കുറച്ചെണ്ണാണല്ലോ അത് ഒരെണ്ണാണോ? ഞാൻ തീർക്കുന്നു. രാത്രി കണ്ട ഭയങ്കര ഞാൻ മറ്റേ നാട്ടിലെ പോലെ വെറുതെ ക്രോസ് ചെയ്യാൻ തുടങ്ങി. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുന്നത് എന്തൊക്കെ പോയിരുന്നു. ജാക്കറ്റും ക്ലിപ്പും ഉണ്ടായിരുന്നു. എന്താ ഓർമ്മ ഉള്ള എന്തായാലും അല്ലേ? ജാക്കറ്റ് കിട്ടി. എവിടെ പോയാലും എന്തായാലും മറന്നു വെക്കുക, തിരിച്ചു വരിക, ഇതൊക്കെ എൻ്റെ പാർട്ടാണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് തിരിച്ചു പോകാം. അവിടെ